ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്ന ചില സംഭവ വികാസങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിനെ ഏറെ സങ്കടപ്പെടുത്തിയ, ഏറെ പ്രയാസപ്പെടുത്തിയ ഒരു വാർത്ത, ഞെട്ടലോടുകൂടിയാണ് നമ്മൾ ആ ഒരു വാർത്ത കേട്ടത്. മലപ്പുറം ജില്ലയിൽ നിന്നും ഒരു സംഘം വാൽപ്പാറയിലേക്ക് ടൂറ് പോവുകയും തിരിച്ചു വരുന്ന വഴി 800 അടി താഴ്ചയിലേക്ക് ആ വാഹനം മറിയുകയും ോളം വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മരണപ്പെട്ടിട്ടുള്ള ഒരു വാർത്ത. ആ വാർത്തയുടെ താഴെയും നമ്മുടെ മലയാളികളെ പറയിപ്പിക്കാനുണ്ടായിട്ടുള്ള ചില മരവാണങ്ങൾ വന്നിട്ട കമന്റുകളും നമ്മൾ കേരളത്തിൽ കണ്ടു. മറ്റൊരു വിഷയം, വിഷുവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഹോട്ടലുകാരൻ നടത്തിയിട്ടുള്ള ഒരു പരസ്യം. ആ പരസ്യം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ വലിയ രീതിയിൽ ഇവിടുത്തെ സംഘപരിവാർ അതിനെ പൊലിപ്പിച്ച് അത് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടെത്തിച്ചു. ഈ 2 വാർത്തകളും വളരെ പ്രധാനപ്പെട്ട വാർത്തകളായതുകൊണ്ട് തന്നെ ഈ കേരളത്തിലെ ചാനലുകളെല്ലാം ഇതിനെക്കുറിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചത്, അല്ലേ? എന്നാൽ കോഴിക്കോട് കഴിഞ്ഞ ദിവസം മദ്രസ വിദ്യാർത്ഥികളെ ക്രൂരമായ രീതിയിൽ മർദ്ദിച്ച്, അതായത് ഈ വടക്കേന്ത്യയിലും UP-യിലൊക്കെ കാണുന്ന പോലെ ക്രൂരമായി മർദ്ദിക്കുന്ന വാർത്ത ഇവിടെ എത്ര മുഖ്യ മാധ്യമങ്ങൾ ചർച്ച ചെയ്തു. കാരണം ഇതൊന്നും ചർച്ച ചെയ്യാൻ പറ്റത്തില്ല. ഇത് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അത് മതസ്പർദ്ധ വളർത്തുന്നതാകും, അല്ലെങ്കിൽ ഇതൊരു പ്രത്യേക താല്പര്യം വെച്ചിട്ടുണ്ടാക്കുന്നതാകും. ഈ ആക്രമിക്കപ്പെട്ട കുട്ടികൾ മറ്റ് സഹോദര സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും കുട്ടികളായിരുന്നു എങ്കിൽ ഇന്ന് നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കുക. ഈ ചാനലുകളിലൊക്കെ പൂണ്ട് വിളയാടിയെന്ന്. ഞാൻ ഈ ഒരു വാർത്ത ഇവിടുത്തെ ചലം ചാനലിനകത്തോ അല്ലെങ്കിൽ ഇവിടുത്തെ മറുനാടൻ കൊലയാളിയുടെ ചാനലിനകത്തോ ഈ ഫസൽ കാരാട്ടോ അല്ലെങ്കിൽ ഈ ഹാർപ്പിക് എന്ന് പറയുന്ന ഊളയോ ഇവന്മാരൊന്നും ഇതിനെക്കുറിച്ചൊരു അക്ഷരം പോലും മിണ്ടെന്ന് കണ്ടിട്ടില്ല. ഈ കുട്ടികളെ മർദ്ദിച്ചത് ഒരു ഇന്ത്യൻ ജവാനാണ്. നമ്മളേറെ ബഹുമാനത്തോടുകൂടി കാണുന്ന, നമ്മുടെ ജീവനും നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സ്വത്തിനും സംരക്ഷണം നൽകുന്ന ഒരു ജവാനാണ് ഈ കുട്ടികളെ ക്രൂരമായ രീതിയിൽ ഇടിവള ഉപയോഗിച്ചുകൊണ്ട് മർദ്ദിച്ചിട്ടുള്ള ആ ഒരു വാർത്ത നമ്മൾ കേട്ടത്. പക്ഷേ ഈ 2 വാർത്തകളും ഉള്ളത് കൊണ്ട് ഇത് അങ്ങ് പോയി എന്നുള്ളത്. എന്തായാലും ഇവനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പോലീസിലാണെങ്കിലും പട്ടാളത്തിലാണെങ്കിലും ഡോക്ടറേറ്റ് ആണെങ്കിലും ഇവർക്കൊക്കെ ഇതിന് കയറുന്നതിന് മുമ്പ് ഒരു സത്യപ്രതിജ്ഞയുണ്ട്. അത് ലംഘിച്ചുകൊണ്ടാണ്, ആ മതവിഭാഗത്തിൽപ്പെട്ടതാണ് എന്ന് കരുതിക്കൊണ്ട് എത്രത്തോളം വിദ്വേഷം അവന്റെ മനസ്സിലുള്ളത് കൊണ്ടാണ് അത്രയും ക്രൂരമായ രീതിയിൽ ആ കുട്ടികളെ മർദ്ദിക്കാനായിട്ട് അവനിക്ക് സാധിച്ചത്. പോലുള്ളവനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? കോഴിക്കോട് ചെറുവണ്ണൂരിൽ പള്ളി ദർസ് വിദ്യാർത്ഥികളെ ആക്രമിച്ച സംഭവത്തിൽ CRPF ജവാനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചെറുവണ്ണൂർ സ്വദേശി സന്തോഷ് ചെറോത്താണ് അറസ്റ്റിലായത്. ഇയാളെ ഇന്നലെ തന്നെ റിമാൻഡ് ചെയ്തു. കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകും. അസ്ലം, വിദ്യാർത്ഥികളെ നേരിട്ട് ആക്രമിച്ച CRPF ജവാനല്ലേ അറസ്റ്റിലായത്? അതെ, കഴിഞ്ഞ ദിവസം മീഡിയ വൺ പുറത്തുകൊണ്ടുവന്നൊരു വാർത്തയാണ് ചെറുവണ്ണൂരിലെ പള്ളിദർസ് വിദ്യാർത്ഥികൾക്ക് നേരെ അക്രമം. ഇതിൽ ഈ ആക്രമിച്ച സന്തോഷ് ചെറോത്ത് എന്ന് പറയുന്ന ഒരു CRPF ജവാനാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളെ പോലീസ് ഇന്നലെ തന്നെ പിടികൂടുകയും റിമാൻഡിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം ഈ കുട്ടികളെ മർദ്ദിക്കാനുണ്ടായിരുന്നത് രാജേഷ് പുതിയമഠത്തിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അയാളെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല, ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. ഈ കുട്ടികളോട് സംസാരിക്കുകയും മതവികാരം വ്രണപ്പെടുത്തുന്ന രീതിയിലും മതത്തെ അവഹേളിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും തുടർന്ന് കുട്ടികളെ ആക്രമിക്കുകയും ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഭാരത ന്യായ സംഹിതയിലെ 110, 196 തുടങ്ങി വ്യത്യസ്ത വകുപ്പുകൾ മതത്തെ അവഹേളിക്കുന്നതും അതോടൊപ്പം തന്നെ കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടാണ് 2 പേർക്കെതിരെയും പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും മറ്റു തുടർന്നുള്ള രാജേഷിനെ കണ്ടെത്താനുള്ള നടപടികളിലേക്ക് പോലീസ് നീങ്ങുന്നതായിട്ടാണ് പറയുന്നത്. അതേസമയം ഇതിന് സംഘപരിവാർ മോഡലിൽ, UP മോഡൽ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ നടക്കുന്ന പോലത്തുള്ളൊരു ആക്രമണമാണ് നടന്നതെന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അറിയിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവരുടെ ആ അർത്ഥത്തിലുള്ള ഇതിന് തന്നെ അതിനനുസരിച്ച് നടപടികൾ, പോലീസ് ആദ്യഘട്ടത്തിൽ നടപടികൾ വൈകിയത് ശരിയായില്ല, RSSന്റെ സ്വാധീനം മൂലമാണെന്ന് യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ദുൽകിഫിൽ ആരോപിച്ചു. പറഞ്ഞ SKSFും ശക്തമായ നടപടി, കേരളത്തിന്റെ പതിവില്ലാത്ത ഇത്തരം നടപടികളിലേക്ക് പോകുന്നതിനെതിരെ മാതൃകാപരമായ നടപടി വേണമെന്ന് SKSFും ആവശ്യപ്പെട്ടു. TP രാമകൃഷ്ണൻ MLA, പേരാമ്പ്ര MLA TP രാമകൃഷ്ണൻ, റസാഖ് പാലേരി വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാർ കഴിഞ്ഞ ദിവസം ഇന്നലെ അവിടെ ആ ദർസ്, കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്ന ആ ദർസ്, ആക്രമണത്തിനിരയായ കുട്ടികൾ പഠിച്ച ദർസ് സന്ദർശിക്കുകയും അവർക്ക് പിന്തുണ അർപ്പിക്കുകയും ചെയ്തു. ഇന്നലെ അവിടെ ഇത് മറ്റ് സംഘർഷങ്ങളിലേക്കൊന്നും പോകാതിരിക്കുന്നതിന് വേണ്ടി ചെറുവണ്ണൂർ പഞ്ചായത്ത് ഒരു സമാധാന യോഗം, സർവകക്ഷി യോഗം വിളിക്കുകയും സമാധാനത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. എന്തായാലും പോലീസ് കൃത്യമായി തന്നെ അവസാനം വൈകിയാണെങ്കിൽ പോലും FIR ഇട്ടിട്ടുണ്ട്. വിവിധ വകുപ്പുകൾ ചുമത്തി ഒരാളെ പിടികൂടിയിട്ടുണ്ട്. ഇനി മറ്റേ വേണ്ടിയിട്ടുള്ള അറസ്റ്റ് നടക്കുന്നുണ്ട്. എന്തായാലും കുട്ടികൾ 2 പേരും ഇന്നലെ തന്നെ ആശുപത്രി വിട്ടു. 2 പേർക്കാണ് കാര്യമായ പരിക്കുള്ളത്. മറ്റു കുട്ടികളും ഭയചകിതരാണ്. അവരെയും കൗൺസിലിങ്ങിനൊക്കെ വിധേയമാക്കുമെന്നാണ് അറിയിച്ചത്. ഒരു നിമിഷം പോലും ആ ഒരു പദവിയിലിരിക്കാൻ ഒട്ടും യോഗ്യനല്ല, ഒട്ടും അർഹനല്ല അവൻ. കാരണം അവൻ്റെ മനസ്സിലുള്ളത് സംഘപരിവാർ ആശയമാണ്. ഒരു മതത്തോടോ ഒരു രാഷ്ട്രീയത്തോടോ പ്രത്യേകിച്ചൊരു മമത കാണിക്കാത്തവരായിരിക്കണം നിയമപാലകർ.
അത് പട്ടാളമായിക്കോട്ടെ, കളക്ടറായിക്കോട്ടെ, പോലീസായിക്കോട്ടെ, ഡോക്ടർമാരായിക്കോട്ടെ, ഇവർക്കൊന്നും ഒരു മതത്തിനോടും ഒരു പാർട്ടിയോടും ഒന്നും മമത ഉണ്ടാകാൻ പാടില്ല. കാരണം ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന വിഭാഗങ്ങളാണ് അവർ. ഈ രാജ്യത്തെ പൗരന്മാരുടെയും ഈ രാജ്യത്തെ ജനങ്ങൾക്കും സേവനം ചെയ്യേണ്ടവരാണ്. ഇവനെപ്പോലെ പക്ക ക്രിമിനൽ ആയിട്ടുള്ള ഒരുപാടെണ്ണം ഈ പറയുന്ന മേഖലകളെല്ലാം വലിഞ്ഞു കയറിയിട്ടുണ്ട്. ഇത് നമ്മുടെ നാടിന് വലിയൊരു ദോഷം ചെയ്യും. ഇത് നമ്മുടെ നാടിന് വലിയൊരു ആപത്ത് തന്നെയാണ്. ഇപ്പം ആ ആക്രമിക്കപ്പെട്ട കുട്ടികളുടെ സ്ഥാനത്ത് മറ്റേതെങ്കിലും കുട്ടികളായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഇന്ന് കേരളം കത്തിയനായിരുന്നു അല്ലേ? കേരളം കത്തിയനായിരുന്നു. എന്നിട്ടും പറയുന്നത് ഇവർ തീവ്രവാദികളാണ്, ഇവർ മറ്റതാണ്, ഇവർ മറിച്ചതാണ്, തേങ്ങാക്കൊലയാണ്. ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ ഞാൻ സുഡാപ്പിയാകും, ഞാൻ തീവ്രവാദിയാകും, ഞാൻ നാട്ടിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി വരുന്നെന്ന് പറയുന്നവനാകും. എന്തൊക്കെ തോന്നിയാസം! ഇവന്മാർക്ക് എന്ത് തോന്നിയാസവും തെമ്മാടിത്തോറും നമ്മുടെ കേരളത്തിൽ കാണിക്കാം. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വർഗീയ പരാമർശങ്ങളാണ് BJPയുടെ ഓരോ വേട്ടാവളിയന്മാർ നടത്തിയത്. ഇതിനെതിരെയൊക്കെ നടപടിയെടുക്കാൻ ഇവിടെ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? ഒരാളും ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവന്മാർക്ക് ഇത് ചെയ്യാനായിട്ടുള്ള ധൈര്യം എന്നുള്ളത്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് വളരെ ഗൗരവമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ്. കാരണം രാജ്യത്തെ കാക്കേണ്ട ഒരു ജവാനാണ്. അവൻ്റെ മകൻ്റെ പ്രായം പോലും ഉള്ള കുട്ടികളെ ക്രൂരമായി ഇടിവള കൊണ്ട് തലയ്ക്കൊക്കെ ഇടിച്ചത്. ഈ രണ്ടെണ്ണത്തിനെ പിടിക്കണം, ഇവൻ്റെ ജോലി കളയണം. കാരണം ഇവൻ ആ ജോലിയിൽ ഇരിക്കാൻ അർഹതപ്പെട്ടവനല്ല. അത് കേരള സർക്കാർ കൃത്യമായി ഇടപെട്ടുകൊണ്ട് അറിയിക്കേണ്ടിടത്ത് അറിയിച്ച് ഇവനെ ഇനി വീട്ടിൽ ഇരുത്തണം. ഇവന് പെൻഷൻ പോലും ഇതിൽ നിന്ന് മേടിച്ച് തിന്നാൻ പാടില്ല. ഈ രാജ്യത്തിന്റെ ഓരോ പൗരന്മാരുടെയും വിയർപ്പിന്റെ അംശമാണ് നിന്നെപ്പോലുള്ളവനൊക്കെ വാങ്ങിക്കുന്നത് കേട്ടോ. അത് മറന്നു പോകാതിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾ കൊടുക്കുക. ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതൊരു എല്ലാവർക്കും ബൈ.